ഹലോ ഗൈസ്. അങ്ങനെ ഹോളി ട്രിനിറ്റി ചർച്ചിൽ നിന്നും നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം രാത്രി ആവാറായി. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയോട് അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്മൾ ആകാശത്തേക്കൊക്കെ നോക്കുമ്പം നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 6 മണി ആ ഒരു ഫീലിംഗാണ് നമുക്ക് വരുന്നത്. പിന്നെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഴ കൂടിയാൽ പ്ലാനുകളെല്ലാം പൊളിയും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പീസ് ബ്രിഡ്ജിനടുത്തെത്തി. ഇതാ ഈ കാണുന്നതാണ് പീസ് ബ്രിഡ്ജ്. ഇതാ ഈ കുറ എന്ന് പറയുന്ന ഈ റിവറിൻ്റെ മുകളിൽ കൂടി ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ് പീസ് ബ്രിഡ്ജ്. ഇത് സംഭവം ഓൾഡ് ടിബിലിസിയും ടിബിലിസി സെൻട്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെഡസ്ട്രിയൻ ബ്രിഡ്ജ്, അത്രേ ഉള്ളൂ. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതാ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ കസിനോസ് ആണ്. പിന്നെ ഈ റിവറിൽ കൂടി നമുക്ക് ബോട്ട് യാത്ര നടത്താൻ പറ്റും. ബോട്ട് യാത്ര നടത്താൻ ഒരു 1-2 കൗണ്ടേഴ്സ് ഉണ്ട്. കൗണ്ടേഴ്സിൽ പേ ചെയ്തിട്ട് നമുക്കൊരു റൗണ്ട് കറങ്ങി വരാം. അതാണ് ഈ കാണുന്നത്. അപ്പം ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് അന്യായ വൈബാണ്. നമ്മൾ ജോർജിയയിലെ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന കണക്കല്ല, ജോർജിയയിൽ ഏറ്റവും കിടിലം വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പം എന്താ ഈ ബ്രിഡ്ജിനകത്ത് അടിപൊളി വ്യൂ ആണ് ബ്രിഡ്ജിൽ നിന്ന് നോക്കാനായിട്ട്. ഈ ബ്രിഡ്ജ് സ്റ്റീലിൻ്റെ ഒരു ട്രസ് വർക്കിനകത്ത് ഗ്ലാസ് ഇട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോഴല്ല, ഇതിനകത്ത് ഇഷ്ടം പോലെ ടൂറിസ്റ്റാണ്. എപ്പോഴും ആക്റ്റീവാണ് നൈറ്റ് ലൈഫ്. പിന്നെ അവിടെ ഒരു 360 ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് പേര് വന്ന് അവിടെ റീലൊക്കെ ചെയ്യുന്നത് കാണാം. അതാ നോക്കൂ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക്. ആഹാ, ഈ കാണുന്ന നമ്മൾ സെൻട്രലാണ്. ഈ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ ടിബിലിസി, ഓൾഡ് ടിബിലിസി. ഇവിടെ നല്ല നല്ല വൈബുള്ള സ്ഥലമാണ്. എപ്പോഴും മ്യൂസിക്കും ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ കൂടെ ഒരാൾ നിന്നിപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഈ പുള്ളി. അപ്പോൾ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബൈ.